ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലോട്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം. ഗോളെന്ന് വെച്ചാൽ വില്ലേജ് കണ്ടുപിടിക്കുക. അതിന് 2 വില്ലേജുകാരെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരിക. അതാണ്. അപ്പോൾ ഈ ഒട്ടും സമയം കളയാതെ നമുക്ക് വില്ലേജ് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ ബോട്ടും ക്രാഫ്റ്റ് ചെയ്ത് ഒരു 2 ലീഷ് കൊടുത്ത് നമ്മൾ വില്ലേജ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ കേസ് നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ച് മാറ്റി 2 വില്ലേജിനെ കിഡ്നാപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ലൂട്ടൊക്കെ കളക്ട് ചെയ്ത് ഇനി വില്ലേജറെ നോക്കിയാൽ മതി. ഇവിടെ ഒരുത്തൻ നിപ്പുണ്ട്, അവനെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരുത്തന്നെ കൂടി കണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വില്ലേജറിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ വീട്ടിലെത്തിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ കൂട്ടിയിടാം, അല്ലെങ്കിൽ നമുക്ക് സോംബി എല്ലാം വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഇനി പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് ഇവിടെ തന്നെ ഇട്ട് അടച്ചൊരു ടോസും വെച്ച് സെറ്റാക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ നമ്മളെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സോംബിയും സ്പോണാതിരിക്കാൻ വേണ്ടി ഒരു ഡോസും വെച്ച് ലൈറ്റ് ചെയ്ത്. ഓക്കെ, നമ്മളെ വീഡിയോയുടെ കോള് കഴിഞ്ഞായിരുന്നു. പക്ഷേ വീഡിയോ ലെങ്ത് കുറവായതുകൊണ്ട് ഒരു ഷീപ്പ് ഫാമും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. ഓക്കെ, ഞാൻ ഫാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൽ പറഞ്ഞ സ്റ്റെപ്പെല്ലാം തെറ്റാണെന്ന് മനസ്സിലായത്. അപ്പോൾ വൂൾ ഫാമിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ റിസോഴ്സസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇത്രയും മതിയാവുള്ളൂ. ഇനി നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങിയേക്കാം. ആയിട്ട് ഉണ്ടാക്കാം. 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇതുപോലെ നമ്മൾ എത്ര ഷീപ്പിനെ യൂസ് ചെയ്യണം അതിനനുസരിച്ച് ഇടണം. ഇതിങ്ങനെ കൂടി ആയാൽ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ആടിനെ കൊണ്ടുവരണം. ഇതെന്തിനാണ് 2 ബ്ലോക്ക് മൈൻഡ് ചെയ്ത് മാറ്റുന്നത് വെച്ചാൽ എനിക്കറിയാൻ വേണ്ടിയാണ്. നമ്മൾ അടിയിൽ കളക്ടിങ് ഏരിയ ഉണ്ടാക്കുമ്പോൾ ഇത് ഇവിടെ വരിക. നമുക്ക് 3 ബ്ലോക്ക് പോവാം ഫ്രണ്ടിലോട്ട്. ഇത് ഈ ബ്ലോക്കിൽ കൂടി ആയിരിക്കണം നമ്മുടെ റെയിൽ ഓടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൈൻഡ് ചെയ്ത് മാറ്റി ഇവിടെ 1 ബ്ലോക്കും കൂടി 2 ബ്ലോക്ക് അടിയിലോട്ട് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ടോർച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ ഇടുക. ഇത് പവർ ആയിക്കോളും. ഓക്കെ, ഇവിടെ വേണ്ട, അത് ഇപ്പുറത്ത് തന്നെ ഇടാം. അതുപോലെ വെച്ചേക്കാം. ടോർച്ച് വെക്കുക, ബ്ലോക്ക് വെക്കുക. ഇവിടെ അതുപോലെ തന്നെ സ്റ്റോൺ ടോർച്ച് ഇട്ടിട്ട് ഇത് വെച്ചെടുക്കുക. ഇവിടെ ആയിട്ടാണ് ഇവിടെ നമ്മൾ ഹോപ്പർ വെക്കണം. ഹോപ്പറിൻ്റെ അടുത്ത് ടോർച്ച് അപ്പ് ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. മറ്റേ പവർ കൊടുക്കാൻ പാടില്ലെന്ന്. നമ്മൾ പിക്ക് ക്യാഷ് ഇട്ടോ കയ്യിലോട്ട് പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വന്നിട്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ജസ്റ്റിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ കളക്ടിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പുറകത്തെ മാത്രം പൊട്ടിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ അടിയത്തെ ബ്ലോക്കും മാറ്റുന്നുണ്ട്. വന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ മതി. അങ്ങോട്ട് നോക്കി ഇത് വെക്കണം. നമ്മുടെ ഇതിൻ്റെ പേരെന്താ, ഒബ്സർവർ ഡിസ്പെൻസർ വെക്കണം. അങ്ങോട്ടെല്ലാം അങ്ങോട്ട് നോക്കി വെക്കണം. ഓക്കെ, നമ്മുടെ ഫാമിൻ്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഷീപ്പിനെയും കൂടി അതിലിട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആ ഷീപ്പിനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഞാൻ മറന്നു പോയതാണ് പുറകിൽ റെസ്റ്റോൺ ആഡ് ചെയ്യാൻ. നമുക്ക് ഇവിടെ റെസ്റ്റോൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇരിക്കുന്ന അയൺ ഉപയോഗിച്ചിട്ട് 6 ഷിയർ ഉണ്ടാക്കണം. ഓക്കെ, 6 ആയിട്ടുണ്ട്. ഇതിലോട്ട് വെച്ച് കൊടുക്കുക ഓരോന്ന് വെച്ച്. ഓക്കെ, 2 ഇത് പോയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വന്നു. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാം ഇവിടെ വർക്കായിട്ടുണ്ട്.
ഇതൊന്ന് ഡെക്കറേറ്റിങ് കൂടി ചെയ്തെടുത്താൽ സെറ്റ്. ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ. Fire when the storm hits you. That's it, friend.